യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയുടെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. തകർന്നു പോകേണ്ട ഇടത്ത്, വീണു പോകേണ്ട ഇടത്ത് സ്തോത്രം. കർത്താവിന്റെ ഭുജബലത്ത നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ പകൽക്കാലവും സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നമുക്കായിരിക്കാം. ആ സർവശക്തനായ ദൈവം നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്ന സമയമത്രേ. സ്തോത്രം. അതെ, ഇനി പ്രാർത്ഥനയ്ക്ക് മറുപടി കാണത്തില്ലായിരിക്കാം. ഇനി എത്ര കാൽ കാത്തിരിക്കേണ്ടി വരും, മറുപടി കിട്ടുമോ? ഒത്തിരി ചോദ്യങ്ങൾ വന്നു കാണുമായിരിക്കും. പക്ഷേ ആ ചോദ്യങ്ങളെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവം ഉത്തരം അരുളും. ഹല്ലേലൂയ. മൗനമായിട്ടിരുന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട മറുപടി, നിന്നിൽ കൂടെ പുറപ്പെടുവിക്കേണ്ട മറുപടി, അത് ഏറ്റവും വലുതായത് കൊണ്ടത്രേ. അതിൽ പലരും സന്തോഷിക്കുന്നതിന് വേണ്ടിയത്രേ, ദൈവത്തിന്റെ നാമ മഹത്വത്തിനു വേണ്ടിയത്രേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കഴിഞ്ഞ ചില നാളുകളായി, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ഒത്തിരി ക്വസ്റ്റ്യങ്ങൾ അതിന്റെ മുമ്പിൽ കടന്നു വന്ന് കാണും. പക്ഷെ അതിന്റെയൊക്കെ മറുപടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരും. ആമേ. അതേ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാമത്തെയ അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്നോ പേരിടണം. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ വന്ന് സെഖരിയാവിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അങ്ങനെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഭയപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. 2025 പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങൾ കാണുമായിരിക്കാം. 2026 അതിന് ഉത്തരം ആയി എന്ന് വിശ്വസിക്കുക. നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് വിശ്വാസമായി പരിണമിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അവിടെയാ ദൈവപ്രവൃത്തി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. യോഹന്നാന്റെ ജനനത്തെ പറ്റിയാ പറയുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സ്തോത്രം പിതാക്കന്മാരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ദൈവത്താൽ നടന്ന ഒരു തലമുറയാണ് അവർ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 6-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരോ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നുണ്ടായിരുന്നു. പ്രിയതേ മക്കൾ, അവരുടെ ഒരു പ്രത്യേകത അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ, ഹല്ലേലൂയ, ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരായിരുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാം ദൈവത്തിന്റെ സന്നിധി നീതി ഉള്ളവരായിരിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പാകെ നാം പലതും കാണിച്ച് മൂടുപടങ്ങൾ ധരിച്ച് നടക്കാൻ ഇടയാകാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാനായിട്ട് കഴിയില്ല. നീ ദൈവത്തിന്റെ സന്നിധി
നീതിയോടെ ജീവിക്കുവാൻ തയ്യാറായ നിന്റെ പ്രാർത്ഥനകൾക്കൊന്നും മുടക്കം വരികയില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾക്കൊന്നും മുടക്കം വരികയില്ല. ചിലപ്പോൾ താമസിച്ചെന്നിരിക്കാം, പക്ഷേ അതിന് വേണ്ടി ദൈവം ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈമിൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ട് മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരുക. നീ ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രയാസപ്പെടുവാനായിട്ട് അനുവദിക്കത്തില്ല. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര ആ വിഷയത്തിനകത്ത് നിശ്ചയമായിട്ടും ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. അപ്പൊ നീതിയുള്ളവരായിരുന്നു. അത് മാത്രമല്ല, അവരെ നടപ്പിനെ പറ്റി വ്യക്തമായി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ സകല കൽപ്പനകൾ, ഏതെങ്കിലും കുറച്ച് കൽപ്പനകൾ പ്രമാണിച്ചിട്ട് നടക്കുന്ന ഒരു കൂട്ടത്തെ അല്ല സ്തോത്രം അവിടെ പറയുന്നത്. സ്തോത്രം അവർ ഇരുവരും എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന് നീതിയോടെ ജീവിച്ച, ദൈവത്തിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുവാനായിട്ട് ഇടയായി തീർന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് തടയാൻ കഴിയില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ടൈമിനകത്ത് ആ മറുപടി നിന്റെ ജീവിതത്തെ വെളിപ്പെടും. നമ്മുടെ ടൈമിലായിരിക്കത്തില്ല അത് ചെയ്യുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ഹല്ലേലൂയ. ആ ടൈമിനകത്ത് കർത്താവിന്റെ മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു? ഇപ്രകാരം നടന്നവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് കുഞ്ഞില്ലായിരുന്നു. അവിടെ കാണുവാൻ സാധിക്കും, മച്ചിയായിരുന്നു. അവർക്ക് സന്തതി ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. അതേ ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം ഞാൻ പറയട്ടെ, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോ, ചില വിഷയത്തിന് വിടുതൽ കിട്ടാതിരിക്കുമ്പോ, പലരും കുറ്റങ്ങൾ നമ്മെ നോക്കി പറയുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവര് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നീതിയുള്ളവര്, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ പ്രഭാതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധി നമുക്ക് കുറ്റമില്ലാത്തവരായി ജീവിക്കുക. സകല കൽപ്പനകളിലും നമുക്ക് എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം, ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുവാൻ കഴിയുന്നുട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവുകൾ കടന്നു വരുമ്പോ, കുറ്റങ്ങൾ കടന്നു വരുമ്പോ, നമ്മുടെ വിടുതനെ തടയുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, കുറ്റമില്ലാത്തവരായി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ടൈമായി തീരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വാഭാവികമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടി വരികയില്ല. നാം അതിന്റെ പിന്നാലെ ഒന്നിനും പോകേണ്ടി വരികയില്ല. അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധി പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുവെന്നു. അവർക്ക് തലമുറ സന്തതിയില്ല, അവർ മച്ചിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ശുശ്രൂഷയൊന്നും ചെയ്യാതെ, അയ്യോ എന്റെ ദൈവം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാതെ ഇരുന്നുവെന്ന് പറഞ്ഞ് അവർ മാറിപ്പോയിരിക്കുകയല്ല. അവര് കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച് നാം ദൈവസന്നിധി ചില വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി തരിക എന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നാം ചെയ്യേണ്ടത് അതിനെ തടയുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ നാം സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകുക. നമ്മുടെ നടപ്പിനെ, നമ്മുടെ പ്രവൃത്തികളെ അതിനുവേണ്ടി ക്രമീകരിക്കുവാൻ തയ്യാറാകുക. ബാക്കി കാര്യം സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. നാം ചെയ്യേണ്ടത് ആ ഒരു കാലയളവുണ്ട്. മറുപടി ലഭിക്കാതിരിക്കുന്ന ഒരു കാലയളവുണ്ട്. ആ ഒരു ടൈം ഞാൻ നിങ്ങൾ മൗനമായിട്ട് ഇരിക്കല. നാം ദൈവസന്നിധി നിരന്തരം ചെയ്യേണ്ട ശുശ്രൂഷകൾ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നത്, കർത്താവ് നമ്മെ ഫലമേൽപ്പിക്കുന്നത് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഇവര് ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു.
അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ, സെഖരിയാവിനോട് ദൂതൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം. ദൈവം മൗനമായിട്ട് ഇരിക്കുകയില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് സ്വർഗം ഇറങ്ങുവാനായിട്ട് ഇടയായി തീരും. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഭവനത്തിലേക്ക് പോയി 23-ാം വാക്യത്തിൽ കാണുന്നു, അവന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് പ്രിയ ദൈവമക്കളെ, ചില മറുപടികൾ വെളിപ്പെടുവാനായിട്ട് ഒരു കാലം കർത്താവ് നമ്മുടെ മുമ്പാകെ വയ്ക്കും. ഒരു ഷോർട്ട് പീരീഡ് നമ്മുടെ മുമ്പിൽ വയ്ക്കും. ആ ടൈം ദൈവം നമ്മെ ഒന്ന് പണിയുന്നതിന് വേണ്ടിയായിരിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതിലേക്ക് ഞാനും നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയായിരിക്കും. അതേ സ്തോത്രം. അതിലേക്ക് ഞാനും നിങ്ങൾ എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ കാണുന്നു, ആ നാളുകൾ കഴിഞ്ഞിട്ട്, കർത്താവ് നിശ്ചയിച്ചിരുന്ന ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. ആ ചില നാളുകൾ നാം മൗനമായിട്ട് ഇരിക്കുകയല്ല, നാം ചെയ്യേണ്ടത് ചെയ്യുക. പ്രാർത്ഥിക്കേണ്ടവണ്ണം ദൈവസേന പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് നാം വിശ്വസ്തയോടെ ചെയ്യുവാൻ തയ്യാറാക്കുക. അവിടെയാ ദൈവ പ്രവൃത്തി ചലിക്കുന്നത്. ആ നാളുകൾ കഴിയും. എന്നും ആ കരച്ചിന്റെയും വേദനയുടെയും അതേ ഒരു ഭാഗത്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും മറ്റുള്ളവരാൽ ഉണ്ടാക്കുന്ന നിന്നയും വേദനയും അനുഭവിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ഒരു നാളുകൾ നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ദൈവത്തിന്റെ മറുപടി വെളിപ്പെടേണ്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ കടാക്ഷം നിന്റെ മേലേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവൾക്ക് മനുഷ്യരുടെ ഇടയിൽ നിന്നയുണ്ട്. ഹല്ലേലൂയ. ആ നിന്ന അനുഭവിച്ചുകൊണ്ട് നടക്കുമ്പോഴുമാണ് അവൾ ആ ഒരു സ്തോത്രം സന്തതിയില്ലാത്ത മച്ചി എന്നൊരു പേര് കിടക്കുമ്പോഴാണ് അവൾ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയെത്തിരുന്ന. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ പറയും, ആ കർത്താവിനോട് നിൽക്കുക, കർത്താവിനോട്. പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, മറുപടി ഇല്ലാത്ത ഒരു ടൈം വരുമ്പോൾ പറയും, കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ചില്ലല്ലോ, ഞാൻ പിന്നെ എങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കും? പ്രിയ ദൈവമക്കളെ, ഇതൊരു നല്ല സാക്ഷ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മച്ചിയിരിക്കുന്നു, വാർദ്ധക്യത്തിലാരി, സന്തതിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴും അവരുടെ ശുശ്രൂഷ കാലത്തെ അവർ തികയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് പെൻഡിങ് വച്ചില്ല. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് നമ്മുടെ മേൽ ഏൽപ്പിച്ച ചിലത് നാനും നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു കാലം കഴിയുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുക യഹോവ കർത്താവ് എന്നെ കടാക്ഷിച്ച നാള്. ആ ഒരു കാലം നാള് കഴിയുമ്പോ കർത്താവിന്റെ കടാക്ഷം നിന്റെ മേൽ വെളിപ്പെടും. നീ അതുവരെ അനുഭവിച്ച നിന്നയുടെ അനുഭവത്തെ മാറുക. അതെ, പ്രാർത്ഥനയുടെ മറുപടി ഇല്ല എന്നുള്ള ചോദ്യങ്ങൾ മാറത്തക്ക രീതിയിൽ, പലരുടെ മുമ്പാകെ തല കുനിച്ച് നിന്ന അനുഭവങ്ങൾ മാറത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ മറുപടി കർത്താവ് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യോഹന്നാന്റെ ജനനത്തെ പറ്റി അവിടെ സെഖരിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. പ്രിയ ദൈവമക്കളെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്നത് വരെയുള്ള ദുഃഖമേ നിനക്ക് ഉണ്ടാകത്തുള്ളൂ, കാത്തിരിക്കുന്ന നിനക്ക്. അതേ സ്തോത്രം. കാരണം എന്താ? ആ കാത്തിരിപ്പിനകത്ത് നീ കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോ, ആ മറുപടിക്ക് നീ കൊടുക്കേണ്ട വില കൊടുത്തു കഴിയുമ്പോ ആ മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ നീ അതിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. നീ അതിൽ ഉല്ലസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുന്നു, അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. ഹല്ലേലൂയ. പിന്നെ നീ ദുഃഖവും നെടുവീർപ്പും കരച്ചിലുമെന്ന് പറയുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അവസ്ഥയെ കർത്താവ് അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെക്ക് നീ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ഇന്ന് കടന്നു പോകുന്നത് ചിലപ്പോൾ വേദനയുടെയും നിന്നയുടെ പരിഹാസത്തിന്റെയും മധ്യത്തിൽ കൂടി ആയിരിക്കാം. പക്ഷേ എന്റെ കർത്താവിന്റെ മറുപടി വെളിപ്പെടുമ്പോൾ
ബലപ്പെടുമ്പോ ആ വിഷയത്തിനകത്ത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ദേശവും ഒരുമിച്ച് ആനന്ദിക്കത്തക്ക രീതിയിൽ, സന്തോഷിക്കത്തക്ക രീതിയിൽ മറുപടി ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെക്ക് മറുപടി ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ കഴിച്ചും വിട്ടിട്ട് മറുപടിയുടെ ഉത്തരം വെളിപ്പെടുന്ന ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് 2026 നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. എനിക്ക് വിശ്വസിക്കാമോ? 2026 പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെളിപ്പെടുന്ന സമയമത്രേ. അതേ സെഖര്യാവിനോട് ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ പ്രഭാതത്തിൽ പ്രിയതേ മക്കളെ, അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഒത്തിരി കരഞ്ഞതായിരിക്കാം, ഒത്തിരി നിലവിളിച്ച് കാണുമായിരിക്കാം, ഒത്തിരി ദൈവസന്നിധിയിൽ വേദനപ്പെട്ട് നീ ഭാരപ്പെട്ട് കാണുമായിരിക്കാം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്റെ ഉത്തരമായി. ഹല്ലേലൂയ. ഉത്തരമരുളുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ നിന്നയെ മാറ്റുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ മേൽ കർത്താവിന്റെ കടാക്ഷം വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ സന്തോഷവും ഉല്ലാസവും കൊണ്ട് നിങ്ങളുടെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. അയ്യോ, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ, ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്റെ ജീവിതത്തിനകത്ത് വിടുതലില്ലല്ലോ. ഹല്ലേലൂയ. ആകുലപ്പെടണ്ട, നിരാശപ്പെടണ്ട. എന്റെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ സെഖര്യാവ് എലിസബത്തിന് ലഭിച്ചത് എന്താ? ആർക്കും ലഭിക്കാത്ത ഒന്ന്. ഹല്ലേലൂയ. ഏറ്റവും വലുത്, അവർക്ക് ഏറ്റവും അധികം സന്തോഷിക്കത്തക്ക രീതി. പ്രിയതേ മക്കളെ, അല്പസമയം നീ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ മറുപടി ഏറ്റവും വലുതായിരിക്കും. സ്തോത്രം. ആർക്കും കൊടുക്കാത്ത ചിലതിനെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി കാത്തു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ടൈമുണ്ട്. അത് മുൻപിലുമാകില്ല, പിന്നിലുമായി പോകില്ല. ആ റൈറ്റ് ടൈമിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നാം അതിന്റെ പിന്നാലെ പോകണ്ട. നമ്മുടെ മുൻപിൽ ഏൽപ്പിച്ചതിനെ നാം ചെയ്ത് മുന്നോട്ട് പോകുക. ദൈവസന്നിധി നീതിയോടെ ജീവിച്ച് കർത്താവ് നമ്മുടെ മുമ്പിൽ തന്ന സകല കൽപ്പനകളെ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നാം കർത്താവിന്റെ സന്നി പരമാർത്ഥതയോട് വിശ്വസ്തയോട് കർത്താവിനെ സേവിക്കുവാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എന്റെ കർത്താവിന്റെ ദൂതനെ സ്വർഗത്തിലെ ദൈവം ഇറക്കും. ഹല്ലേലൂയ. അതിന് ആർക്കും തടയാനായിട്ട് കഴിയത്തില്ല. ആ മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നീ അനന്തവും സന്തോഷിക്കുവാൻ തക്കവണ്ണ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയത്തിനോ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില കൂടാരങ്ങളുടെ അകത്ത് മൂടിക്കിടക്കുന്ന ചില നിന്ദയുടെ അനുഭവങ്ങളെ, ചില വിഷയത്തിന് നീ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലല്ലോ, നാളുകൾ കഴിഞ്ഞു പോയല്ലോ, നീ കരഞ്ഞു, നീ ഉപവസിച്ചു, നീ പ്രാർത്ഥിച്ചോ, ഇത്രയും നാൾ നിനക്ക് മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നീ വലഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പാകെ തല കുമ്പിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് നിന്നയുടെ അനുഭവങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയുന്ന പകൽക്കാലമത്രേ. അതേ ഗിൽഗാലിന്റെ അനുഭവം. ഹല്ലേലൂയ. ആർക്കും തിരിച്ചു ഉരുട്ടി വെക്കാൻ കഴിയാത്ത രീതിയിൽ ചില നിന്നയുടെ അനുഭവങ്ങളെ 2026 ജനുവരി മാസം തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഇനി നിന്ദിക്കപ്പെട്ട് തല കുനിച്ചിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. വീട്ടിൽ മച്ചിയായവിടെ അമ്മയുടെ മക്കളായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവം. ഇതാ മച്ചി എന്ന് പറഞ്ഞവൾ കാറാമാസം എന്ന് പറഞ്ഞതുപോലെ ലോകമിട്ട ചില പേരുകൾ കാണുമായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരുന്നപ്പോ, വൈകി പോയപ്പോ ലോകം നിങ്ങളെ കുറിച്ച് ഇട്ട മുദ്ര കാണുമായിരിക്കാം. അതേ, നിങ്ങളെ കുറിച്ച് പറഞ്ഞ ചില അപവാദങ്ങൾ കാണുമായിരിക്കാം. അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നുപ്പാ. കർത്താവേ, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഈ പകൽക്കാലം ഉത്തരം ലഭിക്കട്ടെ.
ഉത്തരമില്ലാത്ത ഒത്തിരി നാളുകൾ അവരുടെ മുമ്പിൽ കഴിഞ്ഞു പോയി കാണുമായിരിക്കാം. എന്നാൽ ഒരു ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുടെ കർത്താവെ അങ്ങയുടെ സകല കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരായി കർത്താവെ സ്തോത്രം പ്രമാണിച്ച് ദൈവസന്നി ഭയഭക്തിയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ചലിക്കട്ടെ കർത്താവെ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ അവരുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ, അവരുടെ തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ, അവരുടെ ശുശ്രൂഷകളുടെ മേൽ വെളിപ്പെടട്ടെ, അവരുടെ കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. മനുഷ്യരുടെ ഇടയിലുള്ള അത് മുഖാന്തരം കടന്നു വന്ന നിന്ദകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ കർത്താവേ. അങ്ങയുടെ കടാക്ഷം വെളിപ്പെടട്ടെ, അങ്ങയുടെ കടാക്ഷം വെളിപ്പെടട്ടെ. ഇവർക്ക് ഉല്ലാസവും സന്തോഷവും ഈ പകൽക്കാലം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇവരുടെ വിടുതൽ കർത്താവേ അനേക പേർ കണ്ട് സന്തോഷിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കണം, അത്ഭുതം നടക്കണം, വിടുതൽ നടക്കണം. അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്തതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.